നമ്മുടെ ഈ റോബോട്ട് ടെക്നോളജി ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് വളർന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് റോബോട്ടിക് ടെക്നോളജി ഇപ്പോഴുള്ളത്. നമ്മൾ കേട്ടേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടേക്കുന്നത്, പക്ഷെ കണ്ടറിയുമ്പോൾ ഉണ്ടല്ലോ അതിലും മനോഹരം കേട്ടോ. ഞങ്ങളിപ്പോൾ കാണുന്നൊരു എന്താ പറയുക, ഒരു റോബോട്ടിക് ഡോഗാണ്. ഞങ്ങളല്ല, നമ്മൾ കാണുന്നത് ഒരു റോബോട്ടിക് ഡോഗാട്ടോ. ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കും ഞങ്ങളെ അതിശയിപ്പിച്ചു കേട്ടോ. ഇത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ കൈ നീട്ടുവാണെങ്കിൽ അതും കൈ നീട്ടി തരും. നമ്മളതിൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ അത് എന്താ പറയുക, അതനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതെങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ചെരിഞ്ഞും മറിഞ്ഞും ഇതെല്ലാം സംഭവം ശരിക്കും കാണിച്ചു തന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ രീതിയിലൊക്കെ തലകുത്തി നിൽക്കും, ഈ രീതിയിലൊക്കെ ബാലൻസ് നിൽക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ഈ ഡോഗിനെ കാണുമ്പോൾ വിചാരിച്ചില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് ഡെമോയാണ്, ഇതിങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങളൊന്ന് റൗണ്ടായിട്ട് നിൽക്കൂ, ഇപ്പോൾ കാണിച്ചു തരാം പരിപാടി കണ്ടപ്പോൾ ശരിക്കും അതിനോട് അതിശയിച്ച് പോയിട്ടോ. ഞാനൊക്കെ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് മീഡിയ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക എക്സാസർവേറ്റ് ചെയ്ത് അത് കണ്ടുപോകാൻ കൂട്ടി പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ ഇതുപോലെ ഡോഗിനെയൊക്കെ കൊണ്ടുപോയി വിട്ടെന്നൊക്കെ കേട്ടപ്പം ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത്രയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വലിയ പെർഫോമൻസൊന്നും കാഴ്ചവെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ലോകം ഉണ്ടല്ലോ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി കൊണ്ടുള്ളൂ, ടെക്നോളജിയുടെ ഒരു എന്താ പറയുക, ശരിക്കും അങ്ങോട്ടൊരു മനുഷ്യൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലോട്ട് ടെക്നോളജി വളർന്ന് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ടെക്നോളജിയുടെ വളർച്ച കേട്ടോ. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ എല്ലാ പരിപാടിയും ചെയ്യുന്ന റോബോട്ടുകളൊക്കെ ഇറങ്ങിത്തുടങ്ങും. പിന്നെ മനുഷ്യൻ്റെ ജോബൊക്കെ പതുക്കെ എല്ലാ സെക്ടറിലും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡോഗ് എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒരു മനുഷ്യൻ്റെ റോബോട്ടിക് ടെക്നോളജിയിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് വൈകാതെ നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ ചിലപ്പോൾ റോബോട്ടിക്കായിട്ടുള്ള മനുഷ്യന്മാരെയും കാണാം. ഇപ്പോൾ നമ്മൾ റോബോട്ടിക്കായിട്ടുള്ള ഡോഗിനെ കണ്ടു, ഇനി അധികം താമസിക്കാതെ നമുക്ക് റോബോട്ടിക്കായിട്ടുള്ള മനുഷ്യന്മാരെയും കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ കൈ നീട്ടുമ്പോൾ അതനുസരിച്ച് ഇൻട്രാക്റ്റീവാണ്. ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഉണ്ടോ, നമ്മൾ കൈ നീട്ടുമ്പോൾ നമുക്ക് കൈ തരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ടെക്നോളജി? അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റും രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പരമാവധി നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം.